കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളോട് ചേർന്ന് നിൽക്കുന്ന പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമായൊരു ഗ്രാമപ്രദേശമാണ് വൈക്കൽ. MC റോഡിലൂടെയുള്ള യാത്രയിൽ കൊട്ടാരക്കരയ്ക്കും ആയൂരിനുമിടയിലായി സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം എന്നറിയപ്പെടുന്നത് തന്നെ ഇവിടെ കുടികൊള്ളുന്ന ആദിപരാശക്തിയുടെ സാന്നിധ്യം കൊണ്ടാണ്. ഭഗവാൻ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ദുർഗാലയങ്ങളിലൊന്നായ വൈക്കൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രം നൂറ്റാണ്ടുകളുടെ ചരിത്രവും വിശ്വാസവും പേറുന്ന ഒരാത്മീയ സങ്കേതമാണ്. വൈക്കൽ ക്ഷേത്രത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അത് പഴയ തിരുവിതാംകൂറിലെ പ്രശസ്തമായ ചില ബ്രാഹ്മണ കുടുംബങ്ങളുമായും ഊരായ്മ ഭരണ സംവിധാനങ്ങളുമായും ബന്ധപ്പെട്ട് കിടക്കുന്നത് കാണാം. കൊട്ടാരക്കര തൃക്കണ്ണമംഗൽ കടലായി മഠം മൂർത്തി നാരായണരു അവർകൾക്കായിരുന്നു ദീർഘകാലം ഈ ക്ഷേത്രത്തിന്റെ ഊരായ്മയും ഉടമസ്ഥാവകാശവും ഉണ്ടായിരുന്നത്. ഒരു കാലഘട്ടത്തിൽ പ്രഭാവം മങ്ങിയിരുന്ന ക്ഷേത്ര സങ്കേതം അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വന്നത് ഭക്തജനങ്ങളുടെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. 1996 ഭക്തജനങ്ങൾ ഒത്തുചേർന്ന് രൂപീകരിച്ച ദേവസ്വം ട്രസ്റ്റിന് കടലായി മഠം ക്ഷേത്രഭരണം കൈമാറിയതോടെ വൈക്കൽ ക്ഷേത്രത്തിന്റെ പുനർജന്മം ആരംഭിച്ചു. 1999 നടന്ന പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങൾ ക്ഷേത്ര ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിൽ നിർണായകമായി. പഴയ ശിലാവിഗ്രഹത്തിനു പകരം പഞ്ചലോഹത്തിൽ തീർത്ത ദേവീ വിഗ്രഹം പ്രതിഷ്ഠിച്ചതോടെ ഭക്തജനപ്രവാഹം ഇരട്ടിയായി. ഇവിടുത്തെ ദേവി ദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. നമ്മുടെ നാടിൻ്റെ ഒരു ഐശ്വര്യവും എല്ലാവരുടെയും ഒരു അഭയകേന്ദ്രവുമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ദേവീ ക്ഷേത്രം എന്ന് പറയുന്നത് ദേവീ ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൂടുതൽ ഒരു അമ്മയുടെ ഒരു സ്നേഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഗ്രാമക്ഷേത്രത്തിൽ ഇപ്പോൾ ഈ ക്ഷേത്രം ട്രസ്റ്റിലെ ഒരു അംഗം കൂടിയാണ് ഞാൻ. അതുപോലെ തന്നെ ഇവിടുത്തെ മാതൃസമിതിയുടെ അമ്മമാരെല്ലാം ഉണ്ട്. അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ കൂടുതൽ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികളോടൊപ്പം തന്നെ ഈ മാതൃസമിതിയും നല്ല ശക്തമായി പ്രവർത്തിക്കുന്നു. എന്ത് കാര്യത്തിനും മാതൃസമിതി കൂടെയുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഈ ക്ഷേത്രത്തിൽ എല്ലാവർക്കും ഭയങ്കര വിശ്വാസവും ആ അഭയം അങ്ങോട്ട് ചോദിക്കുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഒരു ശക്തിയും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങളെ പങ്കെടുപ്പിച്ച് ഇവിടുത്തെ എല്ലാ പൂജയ്ക്കും കാര്യത്തിനും എല്ലാം ഞങ്ങളുടെ എല്ലാ സഹകരണവും ഉണ്ട്. കേരളത്തിന്റെ സൃഷ്ടികർത്താവെന്ന് വിശ്വസിക്കപ്പെടുന്ന ഭഗവാൻ പരശുരാമൻ കടലിൽ നിന്നും വീണ്ടെടുത്ത ഭൂമിയുടെ സംരക്ഷണത്തിനായി 108 ശിവാലയങ്ങളും 108 ദുർഗാലയങ്ങളും സ്ഥാപിച്ചു എന്നാണ് ഐതിഹ്യം. ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന ക്ഷേത്രമാണ് വൈക്കൽ. ഇവിടുത്തെ ദേവി ശൈവ വൈഷ്ണവ തേജസ്സുകൾ സമ്മേളിക്കുന്ന ദുർഗാഭാവത്തിലാണ് വാണരുളുന്നത്. ഭക്തരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുന്ന വരദായിനിയായും ദുഷ്ടശക്തികളെ നിഗ്രഹിക്കുന്ന സംഹാരരുദ്രയായും വൈക്കലമ്മയെ ആരാധിക്കുന്നു. ദേവപ്രശ്ന വിധി പ്രകാരം നിർമ്മിച്ച പഞ്ചലോഹ വിഗ്രഹം ചൈതന്യത്തിന്റെ പ്രഭാവലയമായി ശ്രീകോവിലിനുള്ളിൽ ശോഭിക്കുന്നു. വൈക്കൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ വനദുർഗാ സങ്കല്പത്തിന് പൂർണ്ണത നൽകിക്കൊണ്ട് അതീവ ചൈതന്യവൃത്തായ ഒരു ഉപദേവതാ സമുച്ചയം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്ര സങ്കല്പമനുസരിച്ച് വിഘ്നവിനാശകനായ മഹാഗണപതി തെക്കു പടിഞ്ഞാറേ മൂലയായ കന്നിമൂലയിൽ സർവ്വവിഘ്നങ്ങളും നീക്കി ഭക്തരെ അനുഗ്രഹിക്കാനായി വാണരുളുന്നു. ലയത്തിന്റെ മൂർത്തിയും ജഗത്പിതാവുമായ പരമശിവൻ വൈഷ്ണവ ചൈതന്യമായ ദുർഗയോടൊപ്പം ശൈവ സാന്നിധ്യമായി നിലകൊള്ളുന്നത് ക്ഷേത്രത്തിനൊരു ഹരിഹര പുണ്യസങ്കേതത്തിന്റെ പരിവേഷം നൽകുന്നു. ധർമ്മശാസ്താവായ അയ്യപ്പസ്വാമിയുടെ സാന്നിധ്യം ഭക്തർക്ക് ആത്മവിശ്വാസവും സംരക്ഷണവും നൽകുമ്പോൾ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രത്യേക സ്ഥാനത്ത് നാഗരാജാവും നാഗയക്ഷിയും കുടികൊള്ളുന്നു. അതിപുരാതനമായിട്ടുള്ള ദുർഗാക്ഷേത്രം പരശുരാമനാൽ നിർമ്മിതമായിട്ടുള്ള ക്ഷേത്രമെന്നാണ് വിശ്വാസം. ഏകദേശം നമ്മൾ 12,000 കൂടുതൽ വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ക്ഷേത്രമാണ്. പണ്ട് പുല്ലുമേഞ്ഞ ക്ഷേത്രമായിരുന്നു എന്നാണ് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് ഓടായി, അതായത് ശിലയിലാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ദ്വിതലത്തിലുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം ഇപ്പോൾ കാണുന്ന രൂപത്തിലേക്ക് ഉള്ള ഒരു ഭരണസമിതിയിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 1996 അതിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റ് വൈക്കൽ സുകുമാരപിള്ള സർവീസ് സ്കൂളിൻ്റെ മാനേജറായിരുന്നു. അദ്ദേഹവും കൃഷ്ണപിള്ള ചേട്ടനും ഉൾപ്പെടുന്ന ആൾക്കാർ കടലായി മഠം, അതായത് നമ്മളുടെ തൃക്കണ്ണമംഗൽ ക്ഷേത്രം, ഈ ക്ഷേത്രത്തിൻ്റെ ഊരായ്മ കടലായി മഠം തിരുമേനിക്കാണ്. അപ്പോൾ ആ കടലായി മഠം തിരുമേനിയെ സമീപിക്കുകയും അങ്ങനെ നമ്മളുടെ വൈക്കൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രം ട്രസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും അതിൽ ഹിന്ദുക്കളായിട്ടുള്ള എല്ലാവർക്കും 1000 രൂപ
ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ട് അതിൽ അംഗങ്ങളാകാം, ഒരു നോമിനിയും കൊടുക്കാം. ആ ഫിക്സഡ് ഡിപ്പോസിറ്റ് നമ്മൾ ഫെഡറൽ ബാങ്ക് വളകത്താണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 250ഓളം ട്രസ്റ്റ് അംഗങ്ങൾ ഉണ്ട്. ഒരു വീട്ടിൽ നിന്നും ഒരാൾക്കാണ് അംഗമാകാൻ കഴിയുന്നത്. ഇപ്പോൾ 20 തലമുറയ്ക്ക് ശേഷം ഏറ്റവും അതിവിശിഷ്ടമായിട്ടുള്ള ഒരു പുനരുദ്ധാരണ പ്രവർത്തനം, ശ്രീകോവിലിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനമാണ് നടത്തപ്പെടുന്നത്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ക്ഷേത്രത്തിന്റെ ഐശ്വര്യത്തിനും ചൈതന്യ സംരക്ഷണത്തിനുമായി അതീവ ശക്തിയുള്ള ബ്രഹ്മരക്ഷസിനെയും ഇവിടെ പ്രത്യേക വിധിപ്രകാരം കുടിയിരുത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ക്ഷേത്ര മതിൽക്കകത്തെ ദുഷ്ടശക്തികളിൽ നിന്നും കാത്തുസൂക്ഷിക്കുന്ന കാവൽക്കാരനായി ഭൂതത്താനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പ്രധാന ദേവിയോടൊപ്പം ഈ ഉപദേവതകളുടെ സാന്നിധ്യം വൈക്കൽ ക്ഷേത്രത്തെ സന്ദർശിക്കുന്ന ഏതൊരു ഭക്തനും ഒരു സമ്പൂർണമായ ആത്മീയ അനുഭവം പ്രദാനം ചെയ്യുന്നു. ക്ഷേത്രാചാരങ്ങളുടെ കൃത്യതയും താന്ത്രികമായ ശുദ്ധിയും വൈക്കൽ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. പ്രശസ്തമായ താഴമൺ മഠത്തിലെ കണ്ഠരർ രാജീവരരാണ് ക്ഷേത്രതന്ത്രി. ശബരിമലയിലെ തന്ത്രി കൂടിയായ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന കർമ്മങ്ങൾ ക്ഷേത്രത്തിന്റെ ആത്മീയ ചൈതന്യം ഉന്നതിയിലെത്തിക്കുന്നു. മേൽശാന്തി ബ്രഹ്മശ്രീ കൃഷ്ണൻ നമ്പൂതിരിയുടെയും കീഴ്ശാന്തി നാരായണൻ നമ്പൂതിരിയുടെയും ഭക്തിനിർഭരമായ പൂജകൾ ഭക്തർക്ക് മാനസികമായ ശാന്തി പ്രദാനം ചെയ്യുന്നു. വൈക്കൽ ദുർഗാദേവി ക്ഷേത്രത്തിലെ ഓരോ ആഘോഷവും ഗ്രാമത്തിന്റെ തന്നെ ഉത്സവമാണ്. ഇവ കേവലം മതപരമായ ചടങ്ങുകളല്ല, മറിച്ച് ആ ഗ്രാമത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന വർണ്ണവിസ്മയങ്ങളാണ്. ജാതിമതഭേദമന്യേ സർവരും ഒത്തുചേരുന്ന ഈ ആഘോഷങ്ങൾ നാടിന്റെ സാമൂഹിക ഐക്യത്തെ ഊട്ടിയുറപ്പിക്കുന്നു. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക മഹോത്സവമാണ്. ദേവിയുടെ ജന്മനക്ഷത്രമായി കരുതപ്പെടുന്ന ഈ ദിനത്തിൽ ആയിരക്കണക്കിന് മൺചിരാതുകളും കെട്ടുവിളക്കുകളും തെളിയുന്നതോടെ വൈക്കൽ ഗ്രാമം ഒരു സ്വർണ്ണപുരിയായി മാറുന്നു. ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിലും പരിസരങ്ങളിലും ആയിരക്കണക്കിന് മൺചിരാതുകളാണ് തെളിയുന്നത്. ഓരോ ചിരാതും ഭക്തർ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളുടെയും ആത്മസമർപ്പണത്തിന്റെയും പ്രതീകമാണ്. ഇരുളകറ്റി പ്രകാശം പരത്തുന്ന ഈ ചടങ്ങ് വൈക്കൽ ഗ്രാമത്തിന് ഒരു ദൈവിക പരിവേഷം നൽകുന്നു. അതോടൊപ്പം തന്നെ കേരളീയ ക്ഷേത്രകലയുടെയും നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെയും മകുടോദാഹരണങ്ങളായ കെട്ടുവിളക്കുകൾ ഉത്സവ എഴുന്നള്ളത്തുകൾക്ക് വലിയ ഗാംഭീര്യം പകരുന്നു. മനോഹരമായി അലങ്കരിച്ച ഈ വിളക്കുകൾ ദേവീ ചൈതന്യത്തെ വരവേൽക്കുന്നതിനായി ഭക്തർ ഒരുക്കുന്ന ദൃശ്യവിരുന്നാണ്. മൺചിരാതുകളുടെ ശാന്തമായ വെളിച്ചവും കെട്ടുവിളക്കുകളുടെ പ്രൗഢിയും ഒത്തുചേരുമ്പോൾ വൈക്കൽ ക്ഷേത്രം ഒരു അപൂർവ അനുഭൂതിയുടെ കേന്ദ്രമായി മാറുന്നു. ഈ ദിവസം ഭക്തി നിർഭരമായി നടത്തുന്ന കാർത്തിക പുഴുക്ക് ദൂരദേശങ്ങളിൽ നിന്നുപോലും ഭക്തരെ ആകർഷിക്കുന്ന പ്രധാന ചടങ്ങാണ്. ഈ ക്ഷേത്രം ഇത്രയും 2000-ൽ പരം വർഷങ്ങളുടെ പാരമ്പര്യം, പഴക്കം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അനേകം ഏക്കർ കണക്കിന് ഭൂമി നമ്മുടെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അതേപോലെ ഒരു വലിയ ഒരു കൊട്ടാരം ഈ ക്ഷേത്രത്തിൻ്റെ വകയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ കാലക്രമേണ അന്യം നിന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 60-70 സെൻറ്റ് ഭൂമിക്കകത്ത് മാത്രമേ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ആസ്തിയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നുള്ളൂ. ബാക്കിയെല്ലാം നിരവധി വർഷങ്ങൾക്ക് മുന്നേ തന്നെ അത് അന്യം നിന്ന് പോയി എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ നിലം, ഏക്കർ കണക്കിന് നിലം ഉണ്ടായിരുന്നു. അതിൽ നിന്നുള്ള വരുമാനവും ഒക്കെയാണ് ദേവിയുടെ ദൈനംദിന ചിലവുകൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പണ്ട് കാലത്ത്. പക്ഷേ ഇപ്പോൾ ആ ആചാരം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ മകരപ്പൊങ്കാല സമയത്ത് നിറപറ സമർപ്പണം എന്ന് പറയുന്ന ഒരു അതിവിശിഷ്ടമായ ഒരു ചടങ്ങ് കൂടി നമ്മളിവിടെ നടത്തുന്നുണ്ട്. അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അമ്മയുടെ ഏക്കർ കണക്കിനുണ്ടായിരുന്ന നിലം, അതിൽ നിന്നും കിട്ടുന്ന നെൽധാന്യങ്ങൾ ഇപ്പോൾ നമുക്ക് നഷ്ടമാവുകയും ആ ഒരു ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നിറപറ സമർപ്പണം എന്ന ഒരു ആചാരം അത് കൃത്യമായിട്ട് എല്ലാ വർഷവും അനുഷ്ഠിക്കുന്നുണ്ട്. അതേപോലെ കാർത്തിക പുഴുക്ക്, അങ്ങനെ നമ്മുടെ കാർഷിക വിളകൾ ഉപയോഗിച്ച് ഉത്സവത്തിന് കാർത്തിക നാളിൽ നമ്മൾ അതിവിശിഷ്ടമായ കാർത്തിക പുഴുക്ക് അത് വളരെ പ്രസിദ്ധമാണ്. നമ്മളിപ്പോഴത്തുള്ള ആൾക്കാരെക്കാട്ട് കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ വിളക്ക് കാണാനായിട്ടായാലും കെട്ടുവിളക്ക് അത് കാണാനായിട്ടായാലും പുറത്തുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉള്ളത്. അതുപോലെ അന്യമതസ്ഥർ ഒരുപാട് പേര് കാണാൻ വരുന്നുണ്ട്. ഞാൻ ഏകദേശം ഇപ്പം 24 വർഷമായിട്ട് ഈ ക്ഷേത്രമായിട്ട് സഹകരിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ആ ഒരു സഹകരണമായിട്ട് എനിക്കിപ്പോൾ ഒരു ജനപ്രതിയാവാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്.
മകരമാസത്തിലെ മകരപ്പൊങ്കാലയും നിറപറ സമർപ്പണവുമാണ് മറ്റൊരു പ്രധാന ആകർഷണം. നൂറുകണക്കിന് സ്ത്രീകൾ ക്ഷേത്രമുറ്റത്ത് ഒത്തുചേർന്ന് തങ്ങളുടെ ദുരിതങ്ങൾ അകറ്റുന്നതിനും മംഗല്യഭാഗ്യത്തിനുമായി നിവേദ്യമർപ്പിക്കുന്നു. ഭഗവതിക്ക് മുന്നിൽ നിറച്ചുവെക്കുന്ന നിറപറ ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും പ്രതീകമായി ഭക്തർ കരുതുന്നു. വൃശ്ചികം 1 മുതൽ 41 ദിവസം നീണ്ടുനിൽക്കുന്ന മണ്ഡല ചിറപ്പ് മഹോത്സവം ക്ഷേത്രത്തെ ആത്മീയതയുടെ ഔന്നത്യത്തിൽ എത്തിക്കുന്നു. ഈ നാളുകളിൽ സന്ധ്യാസമയത്ത് നടക്കുന്ന ദീപാരാധനയും പ്രത്യേക പൂജകളും ഭക്തർക്ക് സമാധാനവും പോസിറ്റീവ് ഊർജവും നൽകുന്നു. നവരാത്രി കാലഘട്ടം വിദ്യയുടെയും കലയുടെയും ഉത്സവമായിട്ടാണ് ഇവിടെ കൊണ്ടാടുന്നത്. ശക്തി സ്വരൂപിണിയായ അമ്മയുടെ മുന്നിൽ വിജയദശമി നാളിൽ നടക്കുന്ന വിദ്യാരാജഗോപാല മന്ത്രാർച്ചന കുട്ടികളുടെ വിദ്യാരംഭത്തിന് ഏറ്റവും ഉത്തമമായി വിശ്വസിക്കപ്പെടുന്നു. ഇവയ്ക്ക് പുറമെ ശ്രീകൃഷ്ണ ജയന്തി, ശിവരാത്രി, വിഷു, വിനായക ചതുർത്ഥി തുടങ്ങിയ വിശേഷ ദിവസങ്ങളും അതീവ ഭക്തിയോടെ ആഘോഷിക്കാറുണ്ട്. എല്ലാ മാസവും നടക്കുന്ന ആയില്യ പൂജയും പൗർണമി പൂജയും ക്ഷേത്രത്തിലെ നിത്യചൈതന്യത്തെ നിലനിർത്തുന്നു. ചുരുക്കത്തിൽ വയക്കിലെ ഓരോ ഉത്സവവും വിശ്വാസികൾക്ക് ആത്മീയമായ ഉണർവും മാനസികമായ സന്തോഷവും നൽകുന്ന അവിസ്മരണീയമായ അനുഭവങ്ങളാണ്. കൊല്ലം ജില്ലയിലെ സാംസ്കാരിക ഭൂപടത്തിൽ അതീവ പ്രാധാന്യമുള്ള ഒരു സ്ഥാനമാണ് വയക്കൽ ശ്രീദുർഗാദേവി ക്ഷേത്രം നിലകൊള്ളുന്നത്. മധ്യ തിരുവിതാംകൂറിനെയും തെക്കൻ കേരളത്തെയും ബന്ധിപ്പിക്കുന്ന പ്രധാന ഗതാഗത ധമനിയായ MC റോഡിന് സമീപമാണ് ഈ പുണ്യസങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ കൊട്ടാരക്കരയ്ക്കും ആയൂരിനും മധ്യേ പ്രകൃതിരമണീയമായ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് ക്ഷേത്രത്തിന്റെ സ്ഥാനം. വിനോദസഞ്ചാരികൾക്കും തീർത്ഥാടകർക്കും ഒരുപോലെ എത്തിച്ചേരാൻ എളുപ്പമുള്ള വിധത്തിൽ ആയൂരിൽ നിന്നും കോട്ടയം ഭാഗത്തേക്ക് ഏകദേശം 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്ര സന്നിധിയിലെത്താം. അതുപോലെ തന്നെ ചരിത്രപ്രസിദ്ധമായ കൊട്ടാരക്കരയിൽ നിന്നും തിരുവനന്തപുരം ദിശയിലേക്ക് 14 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത്. ക്ഷേത്രത്തിൽ ഉത്സവബലിയുള്ള വരെയുള്ള ഒരു ക്ഷേത്രം അതിപുരാതനമായ ഒരു ക്ഷേത്രമായിരുന്നു. അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പുനരുദ്ധാരണം ഉൾപ്പെടെ നടക്കാൻ പോവുകയാണ്. ക്ഷേത്രത്തിൻ്റെ സർവ്വ ഐശ്വര്യത്തിനുമായി പുനരുദ്ധാരണം നടക്കാൻ പോവുകയാണ്. അതിൻ്റെ തീരുമാനമെല്ലാം ആയി, പണികൾ ആരംഭിച്ചു കഴിഞ്ഞു. പിന്നെ വൃശ്ചികമാസത്തിലെ തൃക്കാർത്തികയാണ് പ്രധാനപ്പെട്ട ഉത്സവം. ഇത് പണ്ട് പുല്ലുമേഞ്ഞ ഒരു ക്ഷേത്രമായിട്ടാണ് നമുക്ക് പൂർവികരിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 2 മലനിരകൾ, കിഴക്കും പടിഞ്ഞാറുമുള്ള 2 മലനിരകളുടെ താഴെ പടിഞ്ഞാറേ മലയുടെ അടിവാരത്ത് പുല്ലുമേഞ്ഞൊരു ക്ഷേത്രമായിരുന്നു ഇത്. രാജപാതയായിട്ടുള്ള ഒറ്റയടി പാതയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു ദേവീക്ഷേത്രം. ഇതിൻ്റെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് പരശുരാമ മഹർഷിയാണ്. അതിനുശേഷമാണ് രാജാഭരണകാലത്ത് ഈ ക്ഷേത്രം പുതുക്കിപ്പണിയുകയും പിന്നീട് വന്ന ഭരണകർത്താക്കൾ ഇതിൻ്റെ പുനരുദ്ധാരണങ്ങൾ നടത്തിയിട്ടുള്ളതുമാണ്. ഞങ്ങളുടെ ഒരു വലിയ മഹാഭാഗ്യമായിട്ടാണത് കാണുന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠ വനദുർഗയാണ്. വനദുർഗ എന്ന് പറയുന്നത് ശൈവ സ്വഭാവത്തിലുള്ള വനദുർഗ ദേവിയാണ് വൈക്കൽ കുടികൊള്ളുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി ശാന്തവും ഏകാഗ്രവുമായ ഒരു അന്തരീക്ഷമാണ് ക്ഷേത്രത്തിനു ചുറ്റുമുള്ളത്. പച്ചപുതച്ച നെൽപ്പാടങ്ങളും നാട്ടുപച്ചപ്പും നിറഞ്ഞ ഈ പ്രദേശം ഭക്തർക്ക് ആത്മീയമായ ഉണർവിനോടൊപ്പം മാനസികമായ സമാധാനവും വാഗ്ദാനം ചെയ്യുന്നു. ഒരു ഹൈന്ദവ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യാഘടനയിൽ പ്രകൃതിക്ക് വലിയ പങ്കുണ്ടെന്ന സങ്കല്പത്തെ ശരിവയ്ക്കുന്ന വിധത്തിലാണ് വയക്കലിലെ ഭൂപ്രകൃതി. ക്ഷേത്ര സമുച്ചയത്തിനുള്ളിലെ ശുദ്ധവായുവും ശാന്തതയും ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥാടകർക്ക് ധ്യാനാത്മകമായൊരു അനുഭവം നൽകുന്നു. ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ തന്നെയാണ് വയക്കൽ ക്ഷേത്രത്തെ ഒരു ആത്മീയ വിശ്രമ കേന്ദ്രമാക്കി മാറ്റുന്നത്. വയക്കലമ്മ കേവലം ഒരു സങ്കല്പമല്ല, മറിച്ച് ഭക്തന്റെ സങ്കടങ്ങളിൽ തുണയാവുന്ന അമ്മ തന്നെയാണ്. മാറാരോഗങ്ങൾ മാറുന്നതിനും വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്നതിനും സന്താനഭാഗ്യത്തിനുമായി ഭക്തർ ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നു. എല്ലാ മാസവും നടക്കുന്ന ആയില്യ പൂജയും പൗർണമി പൂജയും വിശേഷപ്പെട്ട ഫലങ്ങൾ നൽകുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. വിദ്യാരാജഗോപാല മന്ത്രാർച്ചനയിലൂടെ കുരുന്നുകൾ അറിവിന്റെ ലോകത്തേക്ക് ചുവടുവെക്കുമ്പോൾ അത് കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് തലമുറകളിലേക്ക് പകരുന്ന സംസ്കാരത്തിന്റെ തുടർച്ചയാണ്. മാറുന്ന കാലഘട്ടത്തിൽ പൈതൃകവും ആത്മീയതയും മുറുകെ പിടിക്കുന്ന വയക്കൽ ശ്രീദുർഗാദേവി ക്ഷേത്രം വരും തലമുറകൾക്ക് വലിയൊരു പാഠപുസ്തകമാണ്.
ഒരു ജനത ഒന്നിച്ചു നിന്നാൽ തകർന്നു പോയേക്കാവുന്ന ഒരു പൈതൃകത്തെ എങ്ങനെ വീണ്ടെടുക്കാമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ക്ഷേത്രം. വൈക്കലമ്മയുടെ നടയിലെത്തുമ്പോൾ ലഭിക്കുന്ന ആത്മീയ ശാന്തി വാക്കുകൾക്കതീതമാണ്. സഹ്യപുത്രന്റെ മണ്ണിൽ ഭക്തർക്ക് അഭയമായി വൈക്കലമ്മ ഇനിയും യുഗങ്ങളോളം വാണരുളട്ടെ.